ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ മയക്കിയ കലം കിട്ടുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ മയക്കാത്ത ആ കലണ്ടല്ലോ, ചുമന്ന മണ്ണിൻ്റെ കളർ, അതാണ് വാങ്ങൽ സാധാരണ. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ചമ്മലിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അടുപ്പത്ത് കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ടൊക്കെ മയക്കിയെടുക്കലാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നല്ലൊരു കലം വാങ്ങിട്ടോ. കുഞ്ഞാണിയൊക്കെയാണ് വാങ്ങി തന്നത് പൂക്കോട്ടുംപാടത്തുനിന്ന്. 250 ഉറുപ്പ്യ കേട്ടോ. അപ്പോൾ ഇത് മയക്കിയ കലമാണ്. നമുക്ക് കുഞ്ഞ് മയക്കൊന്നും വേണ്ട. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മയക്കിയ കലം കടയിൽ നിന്ന് വാങ്ങുന്നത്. മറ്റേത് നമ്മൾ കലം വാങ്ങുമ്പോൾ ചുവപ്പ് കളറല്ലേ മൺകലം. എന്നിട്ടത് ഞാൻ ഇവിടുന്ന് മയക്കലാണ്. അടുപ്പത്ത് വെച്ചിട്ട് കഞ്ഞിവെള്ളം പാർന്നിട്ടോ അല്ലെങ്കിൽ ഇലൻ്റെ ഉള്ളിൽ ചുട്ടിട്ടോ. ആ വീഡിയോ ഒക്കെ നിങ്ങൾ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മയക്കിയ കലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് തെമ്പുരാൻ ഇത് പെയിൻ്റാണോ എന്നൊക്കെ തോന്നുക. നല്ല തിളക്കം കണ്ടതിൻ്റെ ഉള്ളൊക്കെ നല്ല തിളക്കം. അപ്പോൾ ഇതിൽ ഇന്ന് കറി ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് ബീഫ് ഇട്ടിരിക്കണം. അപ്പോൾ അതൊന്ന് ബീഫ് കറി ഇന്ന് ഇതിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഈ കലം കൊണ്ടുവന്നിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? 250 ഉറുപ്പ്യക്ക് നഷ്ടമുണ്ട്. അനിയത്തി ഇത് കണ്ടിട്ട് പറയാം, ഓള് ഇതിലേറെ ചെറിയ കലം വാങ്ങി മയക്കാത്തത് അതിന് തന്നെ 260 അറിയണ്ട്. അപ്പോൾ ഓൾ അറിയേണ്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് വാങ്ങിയാൽ മതിയെന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വന്ന് കേദം പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ നല്ല കലം ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇതിൽ കറി ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ എല്ലാവരും വരും കേട്ടോ, നമ്മളെ നാടൻ കുക്കിങ് കാണാൻ എല്ലാവരും വരി. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? പുതിയ പുതിയ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും പുതിയ പാത്രങ്ങൾ കിട്ടൂലല്ലോ അല്ലേ. എല്ലാവർക്കും പുതിയ ഡ്രസ്സ്, പുതിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും താല്പര്യം. പക്ഷേ എനിക്കിങ്ങനെ പുതിയ പാത്രങ്ങൾ കിട്ടുക, അത് എന്നിട്ട് സ്റ്റോക്ക് ആയിട്ട് അവിടെ വെക്കുക, എന്നിട്ട് പുതിയ പാത്രങ്ങൾ ഇങ്ങനെ വാങ്ങുക, അതിനോടാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പാത്രങ്ങളൊക്കെ നമുക്കൊരു പാകത്തിനല്ലേ വാങ്ങിക്കൂട്ടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പുതിയ കലമായതുകൊണ്ട് ഞാനിതാ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് ചൂടായി കിട്ടാൻ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ട് ഞാൻ നല്ലൊരു ആദ്യം തന്നെ ഇതിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ വാട്ടുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഇതിൽ 2 ദിവസം ഞാൻ വയനാട് പോയ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ആരും കണ്ടിട്ടില്ല കേട്ടോ. അത് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുകൊണ്ടിട്ടോ. നമ്മൾ വയനാട് ഞാൻ പോയിട്ട് അവിടെ പിന്നെ ഫ്ലവർ ഷോ ഉണ്ട് ഈ ഡിസംബർ 31 വരെ ഉള്ളൂ കേട്ടോ ഫ്ലവർ ഷോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി നോക്കിക്കൊണ്ടിപ്പോൾ നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ വയനാട് വൈത്തിരി പാർക്കിൽ പോയി കേട്ടോ. അത് നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോ മാത്രമാണ് ഇഷ്ടം. അങ്ങനെയുള്ള വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കന് ഞാനിതാ വേവിച്ചിട്ട് കുറച്ച് ചാറുകൾക്ക് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. ചപ്പാത്തിക്കും അപ്പത്തേക്കൊക്കെ പറ്റുന്ന കറി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, താത്ത കല്യാണത്തിന് പോകുമ്പോൾ ഏത് ക്രീമാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്കണവാടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് അലോവേര ജെല്ല് മുഖത്തിട്ടിട്ട് കുറച്ച് പൗഡർ മുഖത്ത് ഞാൻ ഇടും. ക്രീമുകളൊന്നും യൂസ് ചെയ്യൂല കേട്ടോ. ആ പൗഡർ ബേബി പൗഡറാണ് കേട്ടോ ഞാനിടുക. അതായത് അലോവേര ജെല്ല് മുഖത്ത് തേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് വലിഞ്ഞതിന് ശേഷം ബേബി പൗഡറാണ് മുഖത്തിടുക. അല്ലാതെ ഒരു ക്രീമും ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് കുറച്ച് മുഖം ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ ഉണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ ഒരു പാക്കൊക്കെ എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും, ഇടും. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ ഫസ്റ്റ് അലോവേര ജെല്ല് മുഖത്തിടും. അലോവേര ജെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്റ്റ് തരുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ അത് അപ്ലൈ ചെയ്യണം കേട്ടോ. അങ്ങനെ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അത് മുഖം വലിഞ്ഞിട്ട് നമ്മൾ നല്ല വെയിലാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം കേട്ടോ. സൺസ്ക്രീൻ നമ്മൾ ഏത് കമ്പനീൻ്റെ ആയാലും വേണ്ടില്ല, സൺസ്ക്രീന് മുഖത്ത് ഇടുക. അതിട്ട് അതും 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് വലിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് എന്ത് ക്രീമാണോ, ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കണമല്ലുണ്ട് മുഖത്തിടുന്ന, വേറെ എന്ത് ക്രീമും യൂസ് ചെയ്യുക. ഞാൻ പിന്നെ അങ്ങനെ ക്രീം സ്ഥിരമായിട്ട് മുഖത്ത് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം കുറച്ച് ബേബി പൗഡർ ഇട്ടിട്ട്
പിന്നെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ബേബി പൗഡർ ഇടും. അത് ബേബി പൗഡറാണ് ഇപ്പോൾ ഇടുക. പിന്നെ കല്യാണത്തിന് പോണതിൻ്റെ മുന്നേ ഇടുന്നൊരു ക്രീമുണ്ട്. ആ ക്രീം ഞാൻ കമൻറ്റിൽ ചോദിച്ച ആൾക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മെസ്സേജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ക്രീം ഇട്ടിട്ട് പിന്നെ നമ്മൾ ബേബി പൗഡർ ഇടും കേട്ടോ. അപ്പോൾ ആ ക്രീമിൻ്റെ മനസ്സിലില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറയാത്തത്, മറന്നു പോയിട്ടോ. അപ്പോൾ ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് ഇവിടെ കുറച്ച് ദൂരെയാണ്, നമുക്ക് ക്രീം കിടക്കുന്നത് റൂമിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ മെസ്സേജ് കമൻറ്റിൽ മെസ്സേജ് ചോദിച്ച ആൾക്കാർ ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ നെയ്യപ്പം ഞാൻ ചുടുന്നത്. നെയ്യപ്പം അടിപൊളിയായിട്ട് നല്ല സൂപ്പർ നെയ്യപ്പമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഞാൻ തന്നെ ചൂടുക, ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയല്ലേ. കഴിച്ച് നോക്കിയാലല്ലേ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുള്ളൂ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇടുക കേട്ടോ. പിന്നെ ഒരു ക്രീം, അതിൻ്റെ പേര് ഞാൻ എന്താ പറയുക, അത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തരട്ടോ. അപ്പോൾ ഞാനത് ക്രീം എടുക്കട്ടെ, ആ ക്രീം പോയി എടുത്തിട്ട് അതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പോയി ക്രീം എടുത്തു. അപ്പോൾ ക്രീമിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. പിന്നെ എന്താപ്പോൾ പ്രോസ്ട്രോബ് ക്രീം, അതായത് PRO പ്രോസ്ട്രോബ് ക്രീം. അതായത് നമ്മൾ പിന്നെ അലോവേര ജെൽ ഇട്ടതിന് ശേഷം നമ്മുടെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം പ്രോസ്ട്രോബ് ക്രീം അത് വാങ്ങിയാൽ മതി കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ബേബി പൗഡർ ഇടുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. പിന്നെ മുഖത്ത് ഗ്ലോ വരാൻ കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ, ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്രീമും പൗഡറൊക്കെ തന്നെയാണ് കേട്ടോ അത്. ഇനി ഞാൻ ചായ ഉണ്ടാക്കി, നെയ്യപ്പവും ചുട്ടു, ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. ഇനി ഞാൻ കുറച്ച് മുരിങ്ങ താളിക്കട്ടെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മുരിങ്ങ കറി വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ, ഭയങ്കര ടെൻഷനും ആവും എനിക്ക്. ഇന്നിപ്പോൾ ഏലക്കറി തിന്നില്ലല്ലോ, ഇന്നിപ്പോൾ ഏലക്കറി തിന്നില്ലല്ലോ എന്നിങ്ങനെ പറയൂട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുകയാണ്. മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ നല്ലോണം ചെറിയുള്ളി വാട്ടി ഇതേക്ക് മുളക് ഒന്നും കൂടി ഇട്ടിട്ട്, മുളക് ആദ്യം ഇടുക, മുരിങ്ങയിടും, എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക. മുരിങ്ങ താളിപ്പ് മുരിങ്ങയൊക്കെ നല്ലോണം കഴിക്കണം കൂട്ടുകാരെ. കാരണം നമ്മുടെ കാഴ്ചശക്തി, കണ്ണിന് കാഴ്ചശക്തിയൊക്കെ ഉണ്ടാകാനൊക്കെ നമ്മളെ മുരിങ്ങയിൽ നല്ല വിറ്റാമിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങയിൽ കാൽസ്യം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്കറിയൊക്കെ ധാരാളം കഴിക്കണം എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ മുരിങ്ങയിൽ ധാരാളം ഉണ്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങേൻ്റെ ഇല കഴിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഇലക്കറികൾ കഴിക്കുന്നത്. ഏത് ഇലക്കറിയാണെങ്കിലും നമ്മളെ ശരീരത്തിന് നമുക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇത് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് പിന്നെ ഉള്ളിയും മുളകും വലിയുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് വെക്കുന്നൊരു പാത്രം ഉണ്ട് എൻ്റെ അടുത്ത്. അത് അങ്ങോട്ട് എന്താ പറയുക, പിന്നെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴുകണം തോട്ടുന്നു കേട്ടോ. അത് കഴുകിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ പൊടി അഴുക്കുണ്ടായാൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ സാധനങ്ങളിടുന്ന പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെയാണ് വെക്കുക കേട്ടോ. കാരണം നമ്മുടെ ചെറിയുള്ളിയും വലിയുള്ളിയും വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട വാങ്ങിയിട്ടുണ്ട്. കൊട്ട എന്ന് പറഞ്ഞാൽ തട്ടിക പോലുള്ളതാണ്. ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അല്ലേ, അത് തോട്ടുന്ന് കഴുകണം. അങ്ങനെയുള്ളൊരു പണി ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ മുരിങ്ങയില താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നത് കഞ്ഞിൻ്റെ വെള്ളം പാർന്നിക്കണ്. കഞ്ഞിൻ്റെ വെള്ളം പാർന്നിട്ട് തിളച്ചാൽ നമ്മളെ മുരിങ്ങക്കറി റെഡിയാവും കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനിടണം. അപ്പോൾ അത് കുത്തരിക്കഞ്ഞിയാണ് കേട്ടോ. കുത്തരിക്കഞ്ഞി അപ്പോൾ എല്ലാവരും പറയും കുത്തരിക്കഞ്ഞിയും കുത്തരിൻ്റെ ചോറും നല്ലതാണ് പറയും. മറ്റേ റേഷനരിൻ്റെ പോലെയല്ല, കൊഴുപ്പ് കുറഞ്ഞതാണ് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുത്തരി വെക്കണമെന്ന് മാത്രമാണ് താളിപ്പ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് നല്ല കഞ്ഞിവെള്ളമാണ് എന്നൊക്കെയാണ് പറയണത്, എന്താണെന്നുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ദിവസം ഞാൻ ഇത് കഞ്ഞിവെള്ളം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതാ ചോറ് വെന്തിട്ടുണ്ട്. ഇത് പിന്നെ വേറെ ചോറാണ് കേട്ടോ. കുത്തരി ബിരിയാണി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തരി കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. ഇതാണ് റേഷൻ അരി. ഇതിൻ്റെ വെള്ളത്തിലല്ല ഞാൻ താളിച്ചത് കേട്ടോ. ഞാൻ കഞ്ഞി ഉണ്ടാക്കിയ വെള്ളത്തിലാണ് താളിച്ചിട്ടുള്ളത്. കുഞ്ഞാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുറച്ച് ഒരു അരനാഴി അരിയിട്ട് കുത്തരിയോട്ട് കഞ്ഞി ഉണ്ടാക്കും കുഞ്ഞാണിയൊക്കെ കഞ്ഞി കുടിക്കാൻ. അപ്പോൾ ആ കഞ്ഞി നല്ല ടേസ്റ്റേക്കാരം കേട്ടോ. അപ്പോൾ ആ കഞ്ഞി വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കഞ്ഞിവെള്ളം ഒരു വസ്തുവിനും പറ്റൂല, ഇതിൻ്റെ കഞ്ഞിവെള്ളം ഒരു രസമല്ല റേഷൻ അരി. ഇതിലേറെ രസം കഞ്ഞി കുടിക്കാൻ അതാണ് നല്ലത്.
അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം, മൂറി വെക്കണം, വൃത്തിയാക്കണം. കൂട്ടുകാരികൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടില്ലേ? നിങ്ങൾ ആദ്യത്തെ പോലെ നമ്മളെ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വ്യൂസൊക്കെ പറ്റ കുറവാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളെ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ എന്താണ് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചങ്ക് താത്തേന് വായിക്കാത്തേന്. അതുകൊണ്ട് ഈ താത്താൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഈ താത്താനെ ഒന്ന് സഹായിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടലി ഈ സാധനം കഴുകുകയാണ്. ഞാനിതാണ് പറഞ്ഞത് കേട്ടോ. ഉള്ളി വലിയുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇടാൻ ഇങ്ങനെ ഒരു കൊട്ടയാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. ഉള്ളികളൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, ഇതൊന്നും കേട് വരില്ല. ഉള്ളിയും കിഴങ്ങൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല, അതൊക്കെ പുറത്താണ് വെക്കുക. ഫ്രിഡ്ജിൽ ഞാൻ തക്കാളിയും പച്ചമുളകും അങ്ങനെ പച്ചക്കറികൾ വേറെയുള്ള പച്ചക്കറികളൊക്കെ വെക്കുള്ളൂ. ഉള്ളി വർഗ്ഗങ്ങളൊക്കെ ഞാൻ പുറത്ത് തന്നെ വെക്കട്ടെ. അപ്പോൾ ഈ ഒരു സാധനം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ പേപ്പർ വിരിച്ചിട്ട് അതിലാണ് ഞാൻ ഉള്ളികളൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ തോടുണ്ടാക്കുന്നത് നമുക്ക് കഴുകാനും മോറാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇതിന് കൊണ്ടുവന്ന് കണ്ട് കഴുകണം. ഞാനിപ്പോൾ ഈ തോട് പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്നാലും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മളെ കിണറ്റിത്തെ വെള്ളമല്ലേ, അതൊന്നും ഇതിൻ്റെ മുകളിൽ കൂടെ കൊന്നിട്ട് പാരും. കാരണം തോട്ടിൽ വെള്ളം കുറവാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കഴുകുമ്പോൾ നമുക്കൊന്നൊരു വൃത്തിയില്ലായ്മയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ തോട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ് അലക്കലും കുളിയൊക്കെ അത് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുളിക്കലില്ല കേട്ടോ. ഞാൻ പുഴയിൽ പോകുകയാണെങ്കിൽ പുഴയിൽ നിന്ന് കുളിക്കും, അല്ലാതെ ഇതിൽ നിന്ന് വല്ലാതെ കുളിക്കലില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ കിണറ്റിട്ട വെള്ളത്തിൽ നിന്ന് കുളിമുറിയിൽ നിന്നാണ് കുളിക്കുക. പുഴയ്ക്ക് പോകുകയാണെങ്കിൽ പുഴയിൽ നിന്ന് കുളിക്കും, തോട്ടിൽ നിന്ന് കുളിക്കലില്ല കേട്ടോ. അപ്പോൾ തോട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, വീട്ടിൽ നിന്ന് കിണറ്റിട്ട വെള്ളം കൊണ്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഒന്ന് കഴുകും. അങ്ങനെ ചെയ്യും ഞാൻ. അതാണ് എനിക്ക് ഇഷ്ടം. ഒരു റാഹത്താകണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പിന്നെ വയനാട്ടിലത്തെ വൈത്തിരി പാർക്കിൻ്റെ ഫ്ലവർ ഷോൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കാണണം കേട്ടോ കൂട്ടുകാരെ. അത് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ യൂട്യൂബിൽ വിഷ്ണു ബ്ലോഗ് അടിച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ കൂട്ടുകാരെ, എൻ്റെ ഇൻസ്റ്റേൻ്റെ പേര് വിഷ്ണു ബ്ലോഗാണ്. അതുപോലെ ഫേസ്ബുക്ക് പേജും വിഷ്ണു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കൊണ്ട് ഞാൻ ഇനി വരും. നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇത് റമദാൻ മാസമൊക്കെ വരാനായില്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് മല്ലിമുളകൊക്കെ വറുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണ്ടേ. നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ പറ്റുന്ന മല്ലി എങ്ങനെയാണ് അടിപൊളിയായിട്ട് വറുക്കുക, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ മല്ലിമുളക് വറുത്ത് പൊടിച്ചാൽ മതി കേട്ടോ. ഞാൻ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ ആയിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാവും. മല്ലിക്കും മുളകിനൊക്കെ മഞ്ഞൾപ്പൊടിക്കൊക്കെ നല്ലൊരു സ്മെല്ല് വരും ഇങ്ങനെയുള്ള രീതിയിൽ പൊടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.